ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിനകത്തുള്ള സിസ്റ്റം മോഡൽസ് ആണ്. അതിൽ ഫണ്ടമെൻ്റൽ മോഡലാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഫണ്ടമെൻ്റൽ മോഡൽ, ആദ്യം ഫണ്ടമെൻ്റൽ മോഡൽ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്തുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. അതായത് ഗ്ലോബൽ ക്ലോക്കിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ദെൻ ഫെയിലിയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ആൻഡ് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ 3 ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ മോഡലിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഇൻട്രാക്ഷൻ മോഡൽ, ഫെയിലിയർ മോഡൽ ആൻഡ് സെക്യൂരിറ്റി മോഡൽ. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻ മോഡൽ. ഇൻട്രാക്ഷൻ മോഡലിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സുകൾ, ഇൻട്രാക്റ്റിംഗ് ആയിട്ടുള്ള പ്രോസസ്സുകളുടെ കമ്മ്യൂണിക്കേഷനും അതിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ ഇവൻറ്റ്സും ഇവൻ്റ് ഓർഡറിങ്ങും ഒക്കെയാണ് പറയുന്നത്. സിമിലർലി ഫെയിലിയർ മോഡൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്ത് വരുന്ന ഫോൾട്ടുകൾ, അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യാം, അതിനെ എങ്ങനെ മാസ്ക് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ദെൻ കം സെക്യൂരിറ്റി മോഡൽ. സെക്യൂരിറ്റി മോഡലിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഉണ്ടാവുന്ന സെക്യൂരിറ്റി ഇഷ്യൂസ്, അറ്റാക്സ്, എക്സ്റ്റേണൽ അറ്റാക്സ്, ഇൻറ്റേർണൽ അറ്റാക്സ്, പിന്നെ എവിടെയൊക്കെ അറ്റാക്സ് ഉണ്ടാവാം, പിന്നെ എങ്ങനെ ഈ ഒരു അറ്റാക്സിൽ നിന്ന് സെക്യൂർഡ് ആവാം, ഈ കാര്യങ്ങളൊക്കെയാണ് സെക്യൂരിറ്റി മോഡൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇൻട്രാക്ഷൻ മോഡലാണ് നോക്കുന്നത്. സോ നമുക്ക് ഇൻട്രാക്ഷൻ മോഡൽ എന്താണെന്ന് നോക്കാം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോസസ്സുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് അതിൻ്റെ മെയിൻ എയിം, ആ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ മെയിൻ എയിം. ഓക്കെ, അപ്പം പ്രോസസ്സുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പിലുള്ള പ്രോസസ്സ് ഉണ്ടാവും. മൾട്ടിപ്പിൾ സെർവർ പ്രോസസ്സുകൾ ഉണ്ടാവും. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. സിമിലർലി പിയർ പ്രോസസ്സുകൾ ഉണ്ടാവും. അവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഒരു പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്ത് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം അണ്ടർ എക്സിക്യൂഷനാണ് ഒരു പ്രോസസ്സ്. ഓക്കെ, അപ്പം പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എന്തായാലും അതിനൊരു അൽഗോരിതം ഉണ്ടാവും അല്ലേ. അപ്പോൾ സിമിലർലി നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്തുള്ള പ്രോസസ്സുകൾക്കും അൽഗോരിതം ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡ് അൽഗോരിതം വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ഈച്ച് ഓഫ് ദ പ്രോസസ്. ഓരോ പ്രോസസ്സും എന്താണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ആ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ അൽഗോരിതം. സിമിലർലി it also includes the transmission of messages, because പ്രോസസ്സുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, മെസ്സേജ് ട്രാൻസ്ഫർ വഴിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്തുള്ള ഈ അൽഗോരിതത്തിന് പക്ഷേ എല്ലാ സ്റ്റേറ്റുകളെയും ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇൻട്രാക്റ്റിംഗ് പ്രോസസ്സുകൾ തന്നെ ഈ എല്ലാ ആക്ടിവിറ്റീസും പെർഫോം ചെയ്യും. ഓരോ പ്രോസസ്സുകൾക്ക് അതിൻ്റേതായിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ട്. സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഡേറ്റ, അതിൻ്റെ കയ്യിലുള്ള ഡേറ്റ, അതായത് ആക്സസ് ചെയ്തതും അപ്ഡേറ്റ് ചെയ്തതും ആയിട്ടുള്ള ഡേറ്റാസ്, പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസും എല്ലാം ആവാത്. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ പ്രോസസ്സുകൾക്കും പ്രൈവറ്റ് ആയിരിക്കും, ബാക്കിയുള്ള പ്രോസസ്സുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഇൻട്രാക്റ്റിംഗ് പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റേറ്റ് ഉണ്ട്, ആൻഡ് ഇറ്റ് ഈസ് പ്രൈവറ്റ് ടു ദാറ്റ് പെർട്ടിക്കുലർ പ്രോസസ്സ്. ഓക്കെ, ഇനി പ്രോസസ്സുകൾ ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, മെസ്സേജ് പാസിംഗ് വഴി. അതേ കണക്ക് സിങ്ക്രണൈസേഷനും ഓർഡറിങ്ങും ഉണ്ടാവും ഓരോ കമ്മ്യൂണിക്കേഷനകത്ത്. ഇനി ഇൻട്രാക്റ്റിംഗ് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണുള്ളത് മെയിൻലി. ഫസ്റ്റ് വൺ പെർഫോമൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽ, ആൻഡ് സെക്കൻഡ് വൺ കമ്പ്യൂട്ടർ ക്ലോക്ക്. അപ്പം നമുക്ക് ഈ പെർഫോമൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനലും കമ്പ്യൂട്ടർ ക്ലോക്കും എന്തെന്നുള്ളത് നോക്കാം. ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ ചാനലിൽ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു സ്ട്രീമായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിമ്പിൾ മെസ്സേജ് പാസിംഗ്
കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി പോകുന്ന ഒരു മെസ്സേജ് പാസിംഗ് രീതിയിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യുന്ന മെയിൻലി 4 കാര്യങ്ങളാണ് ലേറ്റൻസി, ജിറ്റർ, ത്രൂപുട്ട് ആൻഡ് ബാൻഡ്വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ലേറ്റൻസി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻഡിങ്ങും റിസീവിങ്ങും തമ്മിലുള്ള ആ ഒരു ടൈം ഡിലേ ബിറ്റ്വീൻ ദ സെൻഡിങ് ആൻഡ് റെസിപ്പിയൻ്റ് ഓഫ് എ മെസ്സേജ്. ഇനി ജിറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേറ്റൻസിയിൽ ഉണ്ടാവുന്ന വേരിയേഷനെയാണ് ജിറ്റർ എന്ന് പറയുന്നത്. ദെൻ കംസ് ത്രൂപുട്ട്. ത്രൂപുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്പർ ഓഫ് പാക്കറ്റ്സ് സെൻഡ് പെർ യൂണിറ്റ് ടൈം ആണ് ത്രൂപുട്ട്. ദെൻ ലാസ്റ്റ് വൺ ഇസ് ബാൻഡ്വിഡ്ത്ത്, ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫർമേഷൻ സെൻഡ് പെർ യൂണിറ്റ് ടൈം. അപ്പം ഈ 4 ക്യാരക്ടറിസ്റ്റിക്സും ശരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചാനലിനെയും എഫക്റ്റ് ചെയ്യും, അത് പെർഫോമൻസിനെയും എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് കമ്പ്യൂട്ടർ ക്ലോക്ക്. കമ്പ്യൂട്ടർ ക്ലോക്ക് എന്ന് വെച്ചുമ്പോൾ ഓരോ കമ്പ്യൂട്ടറിനും അതിൻ്റേതായിട്ടുള്ള ഇൻറ്റേർണൽ ക്ലോക്ക് ഉണ്ടാവും, അതിൻ്റെ കറണ്ട് ടൈം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഓരോ ലോക്കൽ പ്രോസസ്സുകൾക്കും ആ ഇൻറ്റേർണൽ ക്ലോക്ക് ആയിരിക്കും ടൈം കൊടുക്കുന്നത്. ഓക്കെ, 2 പ്രോസസ്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഒരേ സമയത്ത് എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും അവരുടെ ഇൻറ്റേർണൽ ക്ലോക്കിൻ്റെ ഡിഫറൻസ് കൊണ്ടിട്ട് 2 ടൈം ആവാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസിനാണ് ആക്ച്വലി ക്ലോക്ക് ഡ്രിഫ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ക്ലോക്ക് ഡ്രിഫ്റ്റ് റേറ്റ്. അപ്പോൾ ക്ലോക്ക് ഡ്രിഫ്റ്റ് റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ റിലേറ്റീവ് എമൗണ്ട് ഓഫ് കമ്പ്യൂട്ടർ ക്ലോക്ക് ഡിഫറൻസ് ഫ്രം എ പെർഫെക്റ്റ് റെഫറൻസ് ക്ലോക്ക്. അതായത് ഒരു റെഫറൻസ് ക്ലോക്ക് ഉണ്ടാവും നമുക്ക്, ആ റെഫറൻസ് ക്ലോക്കിൻ്റെ ബേസിസിൽ നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിനകത്തുള്ള ക്ലോക്കിൻ്റെ ടൈമുമായിട്ട് എത്ര ഡിഫറൻസ് വരുന്നു, അതാണ് ക്ലോക്ക് ഡ്രിഫ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതപ്പോൾ 2 കമ്പ്യൂട്ടേഴ്സിന് 2 വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ സെയിം ടൈമിൽ സെൻഡ് ചെയ്താൽ പോലും ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും ചിലപ്പം കാണിക്കുന്നത്. ഓക്കെ, ഇനി ഈ ക്ലോക്കിൻ്റെ ടൈം കറക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടേഴ്സ് റേഡിയോ റിസീവേഴ്സ് യൂസ് ചെയ്തിട്ട് റീഡിങ്സിനെ എടുക്കുക. എവിടുന്ന ഒരു GPS-ൽ നിന്ന് റീഡിങ്സിനെ എടുക്കുക. അപ്പോൾ വെറും മൈക്രോ സെക്കൻഡ്സിൻ്റെ ഡിഫറൻസേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, കമ്പ്യൂട്ടേഴ്സ് റേഡിയോ റിസീവേഴ്സ് യൂസ് ചെയ്തിട്ട് GPS-ൽ നിന്ന് ടൈം റീഡ് ചെയ്യുന്ന ടെക്നിക്ക്. ഓക്കെ, പക്ഷേ ഈ GPS റിസീവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്ങിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നെ കോസ്റ്റും വളരെ കൂടുതലാണ്. അതുകൊണ്ട് വേറൊരു അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം GPS യൂസ് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം ആ സിസ്റ്റത്തിൻ്റെ ടൈം ബാക്കിയുള്ള സിസ്റ്റത്തിന് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോക്കൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ ക്ലോക്കിനകത്ത് ടൈം സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വേരിയൻറ്റ്സ് ഓഫ് ദ ഇൻട്രാക്റ്റീവ് മോഡൽ. അതായത് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഇൻട്രാക്റ്റീവ് മോഡലിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നത്. ഫസ്റ്റ് വൺ സിങ്ക്രോണസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം, സെക്കൻഡ് വൺ അസിങ്ക്രോണസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അപ്പോൾ ഒരു സിങ്ക്രോണസ് എന്നോ അല്ലെങ്കിൽ അസിങ്ക്രോണസ് എന്നോ പറയുമ്പോൾ തന്നെ ടൈമിങ്ങിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു മോഡലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്താണെന്നുള്ളത് നോക്കാം. സിങ്ക്രോണസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ബൗണ്ടറി വാല്യൂസ് ഉണ്ട്. അതായത് ഒരു അപ്പർ ബൗണ്ടും ഒരു ലോവർ ബൗണ്ടും ഉണ്ട്. എക്സാമ്പിൾ, ഓരോ പ്രോസസ്സുകളും എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഒരു ലോവർ ആൻഡ് അപ്പർ ബൗണ്ട്സ് ഉണ്ട്. സിമിലർലി മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്, ഒരു ചാനൽ കൂടെ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് ഒരു സമയപരിധിയുണ്ട്. അതേ കണക്ക് തന്നെ ഓരോ പ്രോസസ്സിൻ്റെ ലോക്കൽ ക്ലോക്കിൻ്റെ ഡ്രിഫ്റ്റ് റേറ്റിനും ആ ഒരു ബൗണ്ടഡ് വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറിക്കകത്തെ സെൻഡ് ചെയ്യാൻ പറ്റൂ. വാല്യൂ ഉണ്ടാവുള്ളൂ, ക്ലോക്ക് ഡ്രിഫ്റ്റ് വാല്യൂ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഇങ്ങനെ ഓരോന്നും ചെയ്യുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാ മെസ്സേജസും ഈ ഒരു കറക്റ്റ് സമയത്തിനിടയ്ക്ക് സെൻഡ് ചെയ്ത് പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ക്ലോക്കിനും ഇന്ന ഒരു വാല്യൂ ഉണ്ടാവത്തുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് എ റിലയബിൾ തിങ്. അപ്പം അതേ കണക്ക് സിങ്ക്രോണസ് സിസ്റ്റത്തിൻ്റെ
രീതിയിൽ നമ്മൾ മോഡൽ ചെയ്യുകയാണ്, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം മോഡൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രോസസ്സുകളും അതുവഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു റിയൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഐഡിയൽ സിസ്റ്റം ബിഹേവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും സിസ്റ്റത്തിനെ മോഡൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോഴാണ് അസിൻക്രോണസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം വന്നത്. അതായത് ഇൻ്റർനെറ്റിൻ്റെ യൂസ് വളരെ കൂടി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിൻക്രോണസ് സിസ്റ്റത്തിനകത്താണെങ്കിൽ അങ്ങനെ ഒരു ബൗൺസ് ഒന്നും ഇല്ല, അപ്പർ ബൗണ്ടോ ലോവർ ബൗണ്ടോ ഒന്നുമില്ല. ഒരു കാര്യത്തിന്, അതായത് പ്രോസസ് എക്സിക്യൂഷൻ സ്പീഡ് ആവട്ടെ, മെസ്സേജ് ട്രാൻസ്മിഷൻ ഡിലേ ആവട്ടെ, ക്ലോക്ക് ഡ്രിഫ്റ്റ് റേറ്റ് ആവട്ടെ, ഇതിനൊന്നും ഒരു സമയം ഇന്ന സമയത്തിൻ്റെ ഇടയ്ക്ക് ചെയ്യണം എന്നൊന്നുമില്ല. ഓക്കെ, ചിലപ്പോൾ ഒരു പ്രോസസ്സ് എന്തെങ്കിലും ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും റിസീവറിന് കിട്ടുന്നത്, റിസീവർ അതിന് റിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി അസിൻക്രോണസിനകത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് അസംഷൻ അബൌട്ട് ടൈം ഇൻ്റർവൽസോ ഒന്നും ഉണ്ടാകത്തില്ല. അതായത് എക്സാമ്പിൾ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ കേസ് തന്നെ പറയുകയാണ്. ഇൻ്റർനെറ്റിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പം ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റ ഒരാൾക്ക് എത്തും, ഒരാൾക്ക് റിസീവ് ചെയ്യും, അയാൾ എപ്പോൾ അത് ചെക്ക് ചെയ്യും, അയാൾക്ക് തിരിച്ചെപ്പം നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ പറ്റും, ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ആക്ച്വലായിട്ട് ശരിക്കും ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് ദ മോഡൽ അസിൻക്രോണസ് മോഡലായിരിക്കും. കാര്യം നമ്മുടെ പ്രോസസ്സുകളെല്ലാം ആ കമ്മ്യൂണിക്കേഷൻ ചാനലിനെ നെറ്റ്വർക്കൊക്കെ ഷെയർ ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു അസിൻക്രോണസ് മോഡലായിരിക്കും എപ്പോഴും നല്ലത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഇൻട്രാക്ഷൻ മോഡലിനകത്ത് വരുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇവൻ്റ് ഓർഡറിങ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഒരു ഇവൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻഡിങ് ഓർ റിസീവിങ് ഓഫ് എ മെസ്സേജ്, അതിനെയാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുന്നത്. ഒരു പ്രോസസ്സ് ആ ഒരു ഡേറ്റ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു, ആ ഒരു മെക്കാനിസമാണ് ആക്ച്വലി ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കണക്ക് തന്നെ ഒരു സിസ്റ്റത്തിലെ എക്സിക്യൂഷനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഇവൻറ്റിൽ റെപ്രസെൻ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോക്കിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഓർഡറിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നു. കറക്റ്റ് ഓർഡറിൽ ചിലപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത സാധനം റിസീവറിൻ്റെ സൈഡിൽ എത്തിയെന്ന് വരത്തില്ല, ഡ്യൂ ടു ലാക്ക് ഓഫ് ആക്യുറേറ്റ് ക്ലോക്ക്. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഈ ഒരു ഫിഗറിനകത്ത് 4 യൂസേഴ്സ് ആണുള്ളത്, എക്സ്, വൈ, ഇസഡ് ആൻഡ് എ. ഇവിടെ എക്സ് എന്ന് പറയുന്ന ആൾ വൈക്കും ഇസഡിനും എയ്ക്കും ഒരു മെസ്സേജ് അയക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ വൈക്കും ഇസഡിനും ആ മെസ്സേജ് കിട്ടുന്നു. മെസ്സേജ് കിട്ടിയ സമയത്ത് തന്നെ വൈ തന്നെ റിപ്ലൈ ചെയ്യുന്നു. എക്സിന് റിപ്ലൈ ചെയ്യുന്നു. ഇസഡ് ആണെന്നുണ്ടെങ്കിൽ വൈയുടെ റിപ്ലൈയും കൂടെ കണ്ടതിന് ശേഷമാണ് എക്സിന് റിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് എയുടെ കേസ് നോക്ക്. എക്ക് ഇവരെല്ലാവരും മെസ്സേജ് സെൻഡ് ചെയ്ത് റിപ്ലൈ കൊടുത്തതിന് ശേഷമാണ് ഏറ്റവും ലാസ്റ്റാണ് എക്ക് റിസീവ് ചെയ്യുന്നത് എക്സിൽ നിന്നുള്ള മെസ്സേജ്. അപ്പോൾ എന്താണ് അവിടെ ആക്ച്വലി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഡിലേ വന്നു. അപ്പോൾ കറക്റ്റായിട്ട് മെസ്സേജ് എക്ക് ഡെലിവറി ചെയ്തില്ല. എല്ലാവർക്കും കിട്ടിയതിന് ശേഷമാണ്, എല്ലാവരും റിപ്ലൈ ചെയ്തതിന് ശേഷമാണ് എക്ക് മെസ്സേജ് കിട്ടുന്നത്. സോ അപ്പം അതിന് ആ ഒരു എക്ക് വന്ന മെസ്സേജിൻ്റെ ഓർഡറിന് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ആ ഓർഡർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലോജിക്കൽ ഓർഡറിങ് മെക്കാനിസംസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ഇവൻറ്റ് സെൻഡ് ചെയ്യുന്നതനുസരിച്ച് ഇപ്പം ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെസ്സേജ് സെൻഡ് ചെയ്ത മെസ്സേജ് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ മെസ്സേജ് റിസീവ് ചെയ്യും അല്ലേ. അപ്പം ആ ഒരു പ്രൊസീജിയറിനെ ഓരോ നമ്പറായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ലോജിക്കൽ നമ്പറായിട്ട് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ലോജിക്കൽ ഓർഡറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എക്സ് എന്ന് പറയുന്ന ഒരു യൂസർ വൈക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഒരു M1 എന്ന് പറയുന്നൊരു മെസ്സേജ് സെൻഡ് ചെയ്തു.
ഓക്കെ. അപ്പോൾ സെൻഡ് ചെയ്താൽ മാത്രമേ ഒരു മെസ്സേജ് നമുക്ക് റിസീവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ ആ ഓർഡർ 1, ഓർഡർ 2 ഇങ്ങനൊരു ഏത് ഓർഡറിലാണ് അത് സെൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിസിൽ ലോജിക്കലായിട്ട് നമ്മൾ ഓർഡറിങ് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ബൈ ദ റിസീവർ. ഓക്കെ, അങ്ങനൊരു ലോജിക്കൽ ഓർഡറിങ് ടെക്നിക്ക് ലാംഫോർഡ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലോജിക്കൽ ഓർഡറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് നമ്പേഴ്സ് യൂസ് ചെയ്യാം. നമ്പേഴ്സ് എന്ന് പറയുമ്പം ആദ്യം സെൻഡ് ചെയ്യുന്ന മെസ്സേജസിന് ലോവർ നമ്പേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അസെൻഡിങ് ഓർഡറിൽ പോകുന്ന രീതിയിലായിരിക്കും നമ്പറിങ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, എക്സ് സെൻഡ് ചെയ്തത് വൈക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പം 1 എന്ന് പറയുന്ന നമ്പർ കൊടുത്തു, ഇവിടെ നമ്മൾ 2 എന്ന് പറയുന്ന നമ്പർ കൊടുത്തു. ദെൻ വൈയുടെ റിപ്ലൈക്ക് 3 എന്ന് പറഞ്ഞു കൊടുത്തു. റിപ്ലൈ ചെയ്തത് ഇവിടെ കിട്ടിയത് കൊണ്ട് 4. അങ്ങനെ ഓരോന്നും എങ്ങനെ കിട്ടി, സെൻഡ് ചെയ്തു, റിസീവ് ചെയ്തു, അതിൻ്റെ ബേസിസിൽ ഓർഡറിങ് ചെയ്തേക്കുന്നു. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോജിക്കൽ ഓർഡറിങ് ടെക്നിക് പ്രപ്പോസ്ഡ് ബൈ ലാംഫോർഡ്. സോ ഇത്രയേ ഉള്ളൂ ഇൻട്രാക്ഷൻ മോഡൽ. അപ്പം താങ്ക് യു.